ഹായ് ഗായ്സ്, വെൽക്കം ടു വയനാട് ട്രിപ്പ് പാർട്ട് 4. നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ട് വേറെ നല്ലൊരു പനി പിടിച്ചു. സൗണ്ട് ചെറുതായിട്ട് തിരിയുന്നുണ്ടാവും. എന്തായാലും നമുക്ക് പാർട്ടിലോട്ട് കിടക്കാം. അന്ന് പിറ്റേന്ന് രാവിലെ എണീച്ചു. എന്തായാലും കുരു ഒന്നും അമ്പിയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ടായിരിക്കാം. രാവിലെ തന്നെ പോയി ആ ചെറുതിന് അനാമികേനെ എടുത്ത് ഞങ്ങൾ കുറേ നേരം കളിപ്പിച്ചിരുന്നു. പിന്നെ റൂമിലൊക്കെ കൊണ്ടുപോയി കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. ചായ കുടിച്ച് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. ഈ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ കുളിക്കാനൊക്കെ പോയി റെഡിയായി ഞങ്ങൾ പുറപ്പെട്ട് ഇറങ്ങാൻ നോക്കി. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. അതുവരെ നമുക്ക് ടൈമുള്ളൂ. അങ്ങനെ ഇച്ചു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ആ പാർക്കിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു. കാരണം ബസ് വേണം, അല്ല ജീപ്പ് വരണം, എന്നിട്ട് വേണം ഞങ്ങൾ താഴോട്ട് കൊണ്ടുപോകാൻ. നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് കാരാപ്പുഴ ഡാമാണ്. പോയതാണ്, പക്ഷേ ഞങ്ങൾ പണ്ടാണ് പോയത്. അതിനുശേഷം കുറേ മാറ്റങ്ങളും കുറേ റൈഡൊക്കെ അങ്ങോട്ട് വന്നിക്ക്. എനിക്കൊന്ന് റൈഡിൻ്റെ ആ പണിയില്ല സമയത്താണ് ഞങ്ങൾ പോയത്. ബസ് കയറി ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യാസി കൈ ഒടിഞ്ഞും കൊണ്ടാണ് പോണത്. റൈഡിലൊക്കെ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ എത്തി ഞങ്ങൾ ആദ്യത്തെ റൈഡ് കയറി. ഇതാണ് ഞാൻ ഇത് കയറിയത് വണ്ടർലയിലാണ് കയറിയത്. പക്ഷെ വണ്ടർലയെ കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടി വലുതാണ്. അങ്ങനെ അതിൽ കയറാൻ ടിക്കറ്റൊക്കെ എടുക്കാൻ പോകട്ടോ. ഞങ്ങൾ 3 ആൾ. ഇവർ 2 ആൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൈഡിലും കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പേടിയുണ്ടെന്ന് വെച്ചാൽ പേടിയില്ല അത് പറയും. എന്നിട്ട് കയറിയിട്ട് ഭയങ്കര നെടുകളിയും കയറി കഴിഞ്ഞാൽ ഛർദിയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ കയറുമ്പോൾ ഫോണ് പിടിക്കണമെന്നെങ്കിൽ വീഡിയോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ വാപ്പ എടുത്തതും വീഡിയോ കേട്ടോ. ഞങ്ങൾ 2ാമത്തെ ലൊക്കേഷനിൽ പോയി. അത് 3D സംഭവമാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ കയറി. ഫോൺ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എടുത്തിട്ട് കാണൂല. ഇതാണ് അവസ്ഥ. സംഭവം എനിക്ക് 10 ആൾ മാത്രം അങ്ങോട്ട് കയറാനായിക്കോളും. അത്ര സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ തുടക്കത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പേടിയൊന്നുമില്ല. 3D പോലെ അങ്ങനെ തോന്നിയില്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവായിരുന്നു. പക്ഷെ ലാസ്റ്റിലേക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ റൈഡൊക്കെ നിർത്തി ഞങ്ങൾ ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോയി കളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കയറിയപ്പോൾ നല്ലോണം മുട്ടുമുത്തി കൊണ്ടിക്കൊണ്ട് ഞാൻ കയറിയില്ല. ഇവർ 2 ആൾ കയറി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം കേട്ടോ. അത് മേലെ എന്നാൽ തിരിയുള്ളൂ. അങ്ങനെ ഇവർ 2 ആൾ കയറി. ഞാൻ ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സാധനത്തിന് മുകളിൽ കയറി. എന്താ സംഭവം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എല്ലാം കാണുന്നുണ്ട്, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും തളർന്ന് അങ്ങനെ അപ്പുറത്തുള്ള പുല്ല് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. സുനു ചോറ്, സാധാ ചോറ്, ഒരു അയില മൊത്തം പൊരിച്ചത്. പക്ഷേ സുനു തിന്നൂല്ലോ മീൻ. അപ്പോൾ എനിക്ക് തന്ന്. ഞാനാണ് അയിലൻ്റെ ഫാനാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഞങ്ങൾ തിരിച്ചു. ഡാൻസായി, പാട്ടായി, കുറേ ഡാൻസ് കളിച്ചു. അങ്ങനെ നാട്ടിലെത്തി. അതൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കുറച്ച് ലോങ് ആണെന്നറിയാം, എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.